സംസ്ഥാനം കൊടും ചൂടും വരൾച്ചയും നേരിടുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര യോഗം നടക്കുകയാണ്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ് യോഗം. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഏതൊക്കെ തരത്തിലുള്ള നടപടികളാണ് സൂര്യാഘാതമടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ യോഗം വിലയിരുത്തിയിരിക്കുന്നത്? വരൾച്ച നേരിടാൻ മറ്റെന്തൊക്കെ നടപടികൾ ഊർജിതമാക്കാനാണ് ഇപ്പോൾ യോഗത്തിൽ ചർച്ചകൾ ഉയരുന്നത്? മനു, അല്പസമയം മുമ്പാണ് സംസ്ഥാനത്ത് ചൂട് ദിനംപ്രതി കൂടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ വരൾച്ച വലിയ തോതിൽ സംസ്ഥാനത്തെ ബാധിക്കും എന്നുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലുള്ള മുഖ്യമന്ത്രി രാവിലെ വിളിച്ചു ചേർത്ത യോഗമാണ്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. പ്രധാനമായും വീഡിയോ കോൺഫറൻസിലൂടെ 14 ജില്ലകളിലെയും കളക്ടർമാരുമായി നേരിട്ട് ഓരോ ജില്ലകളിലെയും സ്ഥിതിഗതികൾ എന്താണ് എന്നുള്ളത് ഈ യോഗത്തിൽ വിലയിരുത്തുന്നതായിരിക്കും. ഒപ്പം തന്നെ സൂര്യാഘാതം നേരിടാൻ എന്തൊക്കെ തുടർ നടപടികൾ കൈക്കൊള്ളണം എന്നുള്ള കാര്യവും ഈ യോഗത്തിൽ ചർച്ചയാകും. ഇത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഇതിൽ DHS ഉൾപ്പെടെയുള്ളവർ ഈ ഒരു യോഗത്തിൽ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ രാവിലെ കൈക്കൊണ്ട തീരുമാനം അനുസരിച്ച് സംസ്ഥാനത്തെ വരൾച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിന്റെ ഏകോപന ചുമതല എന്ന് പറയുന്നത് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനായിരിക്കും ഇതിന്റെ സംസ്ഥാനതല ഏകോപനം നടത്തുക. മറ്റൊന്ന്, കുടിവെള്ള ലഭ്യത, ശുദ്ധജല കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുക. അതിനുവേണ്ടി എല്ലാവിധ നടപടികൾ കൈക്കൊള്ളാനും അതാത് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒപ്പം തന്നെ കിയോസുകൾ, ഈ രീതിയിൽ കിയോസുകൾ വേണ്ടിടത്തെല്ലാം സ്ഥാപിക്കുക. ആ രീതിയിൽ കുടിവെള്ളത്തിന്റെ ലഭ്യത ഉറപ്പാക്കുക. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുള്ളത്. ഓരോ ജില്ലാ കളക്ടർമാരും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം. നിലവിൽ എത്രത്തോളം സ്ഥിതിഗതി കാര്യങ്ങൾ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ളവയാണ് നിലവിലിപ്പോൾ ഏതായാലും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുന്നത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് കനത്ത ചൂട് വരുന്ന സാഹചര്യത്തിൽ അടിയന്തര യോഗം ചേരുകയാണ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ. വരൾച്ച തടയാനും ഒപ്പം തന്നെ ശുദ്ധജല ലഭ്യതയൊക്കെ ഉറപ്പുവരുത്താനുമായി ഉള്ള നടപടികൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം.